നമ്മൾ ആദ്യം പൊന്മുടി കയറുന്നതിന് മുമ്പ് കയറേണ്ട വേറൊരു സ്ഥലമുണ്ട് ആ പോകുന്ന വഴിക്ക് തന്നെ. അതാണ് മീൻമുട്ടി. അപ്പോൾ നമുക്ക് ആദ്യം മീൻമുട്ടിയിലെ കുറച്ച് വിശേഷങ്ങൾ കണ്ടിട്ട് പൊന്മുടിയിലേക്ക് പോവാം. വെൽക്കം ടു ദ പൊന്മുടി. നമുക്കവിടെ കുറേ ദൂരം വണ്ടിയിലൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. കുറച്ച് നേരം കാടിനുള്ളിൽ കൂടെ വണ്ടി പോവാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയെല്ലാം അവിടെ കാറായാലും ബൈക്കായാലും നമ്മളവിടെ പാർക്ക് ചെയ്തിട്ട് ആക്ച്വലി ഒരു കിലോമീറ്ററോളം കാട്ടിനുള്ളിലേക്ക് നടന്നിട്ടാണ് നമ്മൾ വാട്ടർഫോൾ കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം എത്തുന്നത് ഒരു കുഞ്ഞരുവിയിലേക്കാണ്. ആക്ച്വലി വാട്ടർഫോളിൻ്റെ താഴെയുള്ള ഒരു അരുവിയാണിത്. ഈ ഫാമിലീസൊക്കെ വരുമ്പോൾ മിക്കപ്പോഴും നമ്മൾ ഇവിടെയാണ് നിന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി ഇവിടെ നിന്ന് എൻജോയ് ചെയ്തിട്ടാണ് പോകാറ്. അങ്ങ് മുകളിലേക്ക് കുട്ടികളെയൊക്കെ കൊണ്ട് ഇത്രയും ദൂരം 1 കിലോമീറ്ററോളം മുകളിലേക്ക് നടക്കണ്ട, കാട്ടിനുള്ളിലേക്ക് നടക്കണ്ട എന്നുള്ളവരൊക്കെ ഇവിടെ ആക്ച്വലി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുക, കുറേ നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങുക. ആൾക്കാർ ഇറങ്ങി കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലീച്ചസ് ഒന്നുമില്ല ഇവിടെ. അതൊരു വലിയ കാര്യം, എനിക്ക് പേടിയുള്ളൊരു കാര്യം അത്. അപ്പോൾ അതൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് പോയിൻ്റാണ് ഈ മീൻമുട്ടിയുടെ താഴെയുള്ള ഈ ഒരു പ്ലേസ്. അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ മുകളിലോട്ടാണ് പോകുന്നത്. കാവടി തുള്ളി പോകുന്ന പോക്കുണ്ടോ. കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ ഈ ഉന്മേഷമൊക്കെ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഏതാണ്ട് എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകുമോ എന്നുള്ളൊരു ലൈനിലോട്ടായി. കാരണം അത്രയും കിതയ്ക്കുന്നുണ്ടായിരുന്നു. ആ വഴിയൊക്കെ ഭയങ്കര ഇടുങ്ങിയതായിരുന്നു. നമുക്ക് നടക്കാൻ, ട്രെക്കിങ്ങിന് പോയി പരിചയമില്ലാത്ത ആൾക്കാർക്ക് നടക്കാൻ വളരെ വളരെ പാടായിരുന്നു. അതുകൊണ്ട് ഞാൻ നല്ല ക്ഷീണിച്ചാണ് പോകുന്നത്. കുറേ ദൂരം കഴിഞ്ഞ് എനിക്ക് തിരിച്ചു പോയാലോ എന്നൊക്കെ തോന്നി. എന്നാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ട്രിപ്പിൽ ആ വാട്ടർഫോൾ കാണാൻ അത്രയും ഭംഗിയായിരുന്നു കേട്ടോ. ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്, ബട്ട് സ്റ്റിൽ ആ വാട്ടർഫോൾ കാണാൻ അത്ര നല്ലതായിരുന്നു. ഇവിടെ അപകട മേഖല എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും ഇതാണ് ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലം. കാരണം തിരിച്ച് പൊന്മുടിയിലേക്ക് കയറുമ്പോഴും പ്രത്യേകിച്ച് ഇറങ്ങുമ്പോഴും ഞങ്ങൾ ഇത്തവണ ഇറങ്ങിയത് ഭയങ്കര ലേറ്റായിട്ടായിരുന്നു. കാരണം അത്രയും മഴയായിരുന്നു ആൻഡ് പെട്ടെന്ന് ഇരുട്ടുമായി. അതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ നോക്കാം. തുടങ്ങിയതാണ്. കുറച്ച് കറിയപ്പോൾ തന്നെ ഞാൻ തളരാൻ തുടങ്ങി. നല്ല തളർച്ചയുണ്ട്, പക്ഷെ നമുക്ക് മുകളിലെത്തണമല്ലോ. ഒരാൾക്ക് ഒരു തളർച്ചയില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അതിനും കൂടെ വേണ്ടിയിട്ടുള്ള തളർച്ച എനിക്കുണ്ട് അല്ലെ. നിറച്ചെന്തെങ്കിലും കഴിക്കാൻ വേണം. എനിക്ക് വിശക്കും. എനിക്ക് നടന്ന് 2 സ്റ്റെപ്പ് കയറുമ്പോ വിശക്കുന്ന അടിപൊളി. ഇതാ ഈ മുകളിലേക്ക് എത്താനായിട്ട് കയറിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ അവിടെ എത്തിയിട്ടാണ് അല്ലേ ഈ ബ്യൂട്ടിഫുൾ വ്യൂ കാണാനാണ് ഞങ്ങൾ ഇത്രയും മണിക്കൂർ ട്രാവൽ ചെയ്ത് മുകളിൽ വന്നത്. ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. അപ്പൊ നമ്മളിതാ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് 1 കിലോമീറ്റർ നടക്കാനുണ്ടായിരുന്നു. എത്ര മണിക്കൂർ? എനിക്ക് അത് മണിക്കൂറുകളായിട്ടൊക്കെ തോന്നി. കാരണം എനിക്ക് നടന്ന് ശീലമില്ലാത്ത ആളാണ്. പ്രത്യേകിച്ച് ട്രക്കിങ്ങിനൊന്നും പോയി ശീലമില്ലാത്ത ആളായതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ബാഗ് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാ ലഗേജും അവന്റെ ഒരു കുട്ടിക്കാണ് നടക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് കുറെ കഷ്ടപ്പെട്ടു. പക്ഷെ എത്തിയപ്പോ എനിക്ക് ഇഷ്ടമായി. ഞാൻ വിചാരിച്ചു ഇറങ്ങാൻ പറ്റുന്നു കേട്ടോ. ഇറങ്ങാൻ പറ്റിയ വെള്ളച്ചാട്ടത്തില് നമ്മുടെ മീൻമുട്ടി വെള്ളച്ചാട്ടത്തെ കുറിച്ച് ചുറ്റും കാണാൻ നല്ല രസമുണ്ട്. മരങ്ങളും നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ശരിയാ. അപ്പൊ നമ്മുടെ മീൻമുട്ടി വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പൊന്മുടിയിലേക്ക്. ആദ്യം മീൻമുട്ടി, അത് കഴിഞ്ഞ് പൊന്മുടി. പറയുന്നത് ഇതുവഴി ചാടിയിട്ടേ അതുവഴി ഉരുണ്ട് നമ്മുടെ ഒഴുകി അങ്ങ് എത്താൻ തോന്നുന്നു. അത്ര വയ്യ. ബട്ട് നമ്മൾ വയ്യാതിരിക്കരുത്. നമ്മൾ തിരിച്ച് നടക്കണം. തിരിച്ച് നടക്കാതെ തിരിച്ച് താഴെ എത്തത്തില്ല. എന്തായാലും നമുക്ക് തിരിച്ചടക്കാം. പൊന്മുടിയിൽ ചെന്നിട്ട് ആദ്യം ഞാൻ ചെയ്തത് മഞ്ഞ് കാണുകയല്ല, കഴിക്കുകയായിരുന്നു. മഞ്ഞുണ്ടായിരുന്നു, പക്ഷെ കഴിക്കാൻ കയറി. കാരണം ഫുഡ് മുഖ്യം ബിഗിലേ. അത് കഴിഞ്ഞ് നമുക്ക് മഞ്ഞൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഈസിയിലേക്ക് ഫുഡ് ഇതാ വന്നിട്ടുണ്ട്. ഗീ റൈസും ചിക്കൻ കറിയുണ്ട്. നല്ല വ്യൂ ആണ്. അത് നോക്കി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവിടെയുള്ള ബാക്കി കാര്യങ്ങൾ കണ്ടിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. പൊന്മുടി ബാക്കി ഇന്ന് മഴയുണ്ട് കേട്ടോ. വരുന്ന വൈകുന്നേരം മഴയില്ലാത്തതുകൊണ്ട് എനിക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നു ഭയങ്കര മഴയാണ്. ഭയങ്കര മഴയും മൂടൽമഞ്ഞും ഒക്കെ ആയിരുന്നു. ഇത്തവണ ഇതുണ്ടാവുമോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ മഴയൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് കഴിയുമ്പോൾ കണ്ടോ അങ്ങോട്ട് കാണിച്ചു. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല മൂടൽമഞ്ഞ് വരും. അപ്പം നല്ല അടിപൊളിയായിരിക്കും. അപ്പം നമ്മൾ ഫുഡ് മൂടൽമഞ്ഞ് നമുക്ക് കഴിക്കാം. ഫുഡിന് അധികം ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഗീ റൈസ്, ചിക്കൻ കറി, ചപ്പാത്തി ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല ഫുഡായിരുന്നു. ടേസ്റ്റി ആൻഡ് ഹോംലി ഫുഡായിരുന്നു. നല്ല തണുപ്പുണ്ട്. തണുപ്പില്ലാന്ന് ഞാനൊരു പരാതി എപ്പോഴേക്കോ പറഞ്ഞിരുന്നില്ല. അതെല്ലാം ഞാൻ തിരിച്ചെടുത്തു കേട്ടോ. നല്ല ഭയങ്കര
സുഖമുള്ള തണുപ്പ്. അയ്യോ, ഞാനാണെങ്കിൽ കുറച്ച് മുന്നേ ഇവിടെയുള്ള എല്ലാ മലയും കാണാമായിരുന്നു. ഞാൻ ആ മലയുടെ സീൻ എടുക്കാനായിട്ട് ഫുഡ് കഴിച്ചിട്ട് ഓടി വരികയായിരുന്നു. അപ്പോഴത്തേക്കും മല ഫുൾ മൂടിയിട്ടാ, ബാക്കിൽ മുഴുവൻ മലയാണ്. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, സോറി. നല്ല വ്യൂ ആയിരുന്നു. ഈ മഞ്ഞ് ഇങ്ങനെ ട്രാവൽ ചെയ്യുമായിരുന്നു. എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഫുഡ് കഴിക്കുമായിരുന്നു. നല്ല ഗീ റൈസും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ അത് കഴിക്കാതെ ഇറങ്ങി ഓടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഇച്ചിരി ഡേറ്റ് ആയിപ്പോയി. മേ ബി ഇത് അപ്പുറത്തെ സൈഡ് ചിലപ്പോൾ കാണാം. ഇത് ഇപ്പം അറിയുന്നില്ല, മഞ്ഞ് അറിയുന്നില്ല, മല അറിയണില്ല. പെട്ടെന്നൊരു ദിവസം രാവിലെ എണീക്കുമ്പോൾ എല്ലാ ജീവിതത്തിലെ എല്ലാ റഷ്യയിൽ നിന്നും നമുക്കൊരു റിലാക്സേഷൻ വേണമെന്ന് തോന്നിയ ഒരു ജാക്കറ്റും എടുത്തിട്ട് ഒരു ബൈക്കും എടുത്ത് 2 മണിക്കൂറിനകം ഇതുപോലൊരു സ്ഥലത്തെത്താൻ പറ്റുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രിവിലേജും ഏറ്റവും വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ മൂടൽമഞ്ഞ് മൂടുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അതുപോലെ മൂടിപ്പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഈ സ്ഥലം എപ്പോഴും എനിക്ക് സ്പെഷ്യലാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരണം എന്നുള്ളത്. ഓരോ വട്ടം വരുമ്പോഴും ഓരോ പുതിയ എക്സ്പീരിയൻസ് ആണ് ഈ പൊന്മുടി എനിക്ക് തന്നിട്ടുള്ളത്. ആൻഡ് ഐ ലവ് ദിസ് പ്ലേസ്. ഇത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് അവിടെ ഫുൾ മൂടിക്കഴിഞ്ഞാൽ 1 മിനിറ്റ് അത് നല്ല വ്യൂ ആയിരുന്നു. എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അത് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ ഓ മൈ ഗോഡ്, ഇങ്ങോട്ട് അടിച്ചു കയറുന്നു. കാണാൻ പറ്റുന്നുണ്ടോ ക്യാമറയിൽ? അതിപ്പോൾ ഇങ്ങോട്ട് കയറും, മൊത്തത്തിൽ ഇങ്ങോട്ട് കയറും. ഇവിടെയൊക്കെ നിറഞ്ഞു വേണ്ട. ഫുള്ള് മൂടി വരുണ്ടോ? 1 മിനിറ്റ് കൊണ്ട് നിറഞ്ഞ് ഉണ്ട്. ഇവിടെ ഇവിടെ ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് നമുക്ക് കുറച്ച് നേരം കൊണ്ട് അവിടെ മുഴുവൻ മഞ്ഞ് മൂടി. അത് ആക്ച്വലി നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എല്ലാം ഇങ്ങനെ മഞ്ഞ് കൊണ്ട് മൂടുന്നതുണ്ടല്ലോ, എന്തൊരു രസമാണെന്നറിയോ. ആക്ച്വലി ഈ സമയം എനിക്ക് തോന്നുന്നു, ഇത് ഞങ്ങൾ പോയിട്ട് കുറച്ച് നാളായി, ബട്ട് സ്റ്റിൽ ഈ സമയം പൊന്മുടി പോകാൻ പറ്റിയൊരു ക്ലൈമറ്റ് തന്നെയാണ്. KTDCൻ്റെ ചുറ്റും അവർ നല്ല ഫ്ലവേഴ്സും ഗാർഡൻസും നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന അങ്ങനെ കൈൻഡ് ഓഫ് പ്ലേസസ് അവർ സെറ്റ് ചെയ്യും. നല്ല മഞ്ഞും മഴയും എല്ലാം കൂടെ വരുന്നുണ്ട്. ജാക്കറ്റ് ഇടാൻ തോന്നുന്നില്ല, കാരണം ഈ ഡ്രസ്സ് നല്ല ഒരു ബ്രൈറ്റ് റെഡ്, ഒരു ബർഗണ്ടി ഷെയ്ഡല്ലേ, അതും ഈ പുറത്തെ എസ്തെറ്റിക്കും എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അത് ഞാൻ കറുത്ത ജാക്കറ്റ് ഒരു വെക്കണം, കുറച്ച് പോപ്പ് ഓഫ് കളർ എടുക്കാൻ. ഓ മൈ ഗോഡ്. ഇത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ചെറിയൊരു പണി കിട്ടിയത്. കാരണം നല്ല മഴ വരാൻ തുടങ്ങി, നല്ല മഴ. അപ്പോൾ ആക്ച്വലി മുകളിലോട്ട് ഇത്രയും മഴയത്ത് പോയ വീഡിയോസും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ ജസ്റ്റ് ചെന്നു, അവിടെയൊക്കെ എൻജോയ് ചെയ്ത് നിന്നു എന്നല്ലാതെ ഞങ്ങൾക്ക് അങ്ങനെ മുകളിൽ പൊന്മുടി ഹിൽ സ്റ്റേഷനിൽ ടോപ്പിൽ പോയി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം നല്ല മഴയായിരുന്നു, പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഉണ്ടായിരുന്നൊരു മഴയായി. ആൻഡ് അവിടെ നിന്ന് ഞാൻ കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചു കഴിച്ചു. നമുക്ക് അവിടെ കുറച്ച് ബ്രെഡ് ഓംലേറ്റ്സ് അതേപോലത്തെ ബജ്ജിയൊക്കെ ഉണ്ട്, ചായയൊക്കെ കുടിക്കാം. അതൊക്കെ കഴിഞ്ഞു. മീൻമുട്ടി ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എസ്തെറ്റിക് ആയിരുന്നു. പൊന്മുടിയേക്കാളും രണ്ടും വളരെ അടുത്തുള്ള സ്ഥലങ്ങളാണെങ്കിൽ പോലും എൻ്റയർലി ഡിഫറെൻ്റ് അല്ലേ കാണാനും എല്ലാത്തിലും. സോ 2 എക്സ്പീരിയൻസ് ആയി. ഞാൻ പറഞ്ഞില്ലേ, ഇനി ഞങ്ങൾക്ക് 2 hours ട്രാവൽ ചെയ്യുള്ളൂ. ഒരു തവണ ഇനി അടുത്ത് പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് ഒരു കാറിൽ വരണമെന്നുണ്ട്. എനിക്ക് ആ യൂപ്പിൻ വളവൊക്കെ ഒന്ന് വിളിച്ചാൽ അതൊരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ. പൊന്മുടി ഞാൻ ഇതുവരെ കാറിൽ വന്നിട്ടില്ല, അപ്പോൾ അവിടെ എനിക്കൊന്ന് ഡ്രൈവ് ചെയ്യണമെന്നുണ്ട്. സോ മേ ബി നെക്സ്റ്റ് ടൈം യു ക്യാൻ സീ. മഴയത്ത് വെയിറ്റ് ചെയ്ത് നിന്ന് 7 മണിയായി യൂപ്പിൻ ഇറങ്ങിയപ്പോൾ. ഇറങ്ങി കഴിഞ്ഞതേ ഉള്ളൂ. ഒടുക്കത്തെ മഴയും ഒടുക്കത്തെ മഞ്ഞും. ആരും ഇറങ്ങണ്ട കേട്ടോ ഈ സമയത്ത്. പ്രത്യേകം പറയാം, ആൾക്കാരൊക്കെ നമ്മളെ വിയേർഡായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അത്ര മഴയായിപ്പോയി, ഇറങ്ങാൻ പറ്റില്ല. എന്നിട്ടും മഴ കൊണ്ട് തന്നെയാണ് വന്നത്, പക്ഷെ ഭയങ്കര മഴയായിപ്പോയി. ഇനി കുറേ ദൂരം പോകാനുണ്ട് ഞങ്ങൾക്ക്. പക്ഷെ അറ്റ്ലീസ്റ്റ് മീൻമുട്ടി എത്തിയില്ലല്ലോ, മീൻമുട്ടി എത്തിയില്ല. അറ്റ്ലീസ്റ്റ് യൂപ്പിന് കഴിഞ്ഞതിൻ്റെ ഒരു സമാധാനമുണ്ട്. പിന്നെ ഇവിടെ അങ്ങോട്ട് പോകുന്നതോറും ഇനി കുറച്ച് വീടുകൾ സ്ട്രീറ്റ് ലൈറ്റും ഉണ്ട്. വൈകിട്ട് കുറച്ച് വെളിച്ചമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മഴ മാറാനായിട്ട് വെയിറ്റ് ചെയ്തത്. പക്ഷെ പെട്ടെന്നായിരുന്നു മൂടൽമഞ്ഞ് കൊണ്ട് അങ്ങ് മുഴുവൻ മൂടിയത്. പിന്നെ ഭയങ്കര ഇരുട്ടായിരുന്നു. അതുകൊണ്ട് മഴ മാറാനായിട്ട് വെയിറ്റ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ വെളിച്ചമുള്ള അപ്പോൾ മഴയത്ത് തന്നെ ഇറങ്ങുന്നതാണ് കേട്ടോ. ബട്ട് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ജേർണി.